പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ഒന്ന് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവെ, ഇന്ന് ഞങ്ങൾ കേൾക്കുന്ന വചനത്തിലൂടെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മേഖലയിൽ വലിയൊരു വിശുദ്ധീകരണം സംഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും വലിയ ചലനങ്ങളുണ്ടാകട്ടെ. ഞങ്ങൾ പ്രത്യേകം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി ഈ വചനം ശ്രവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവം നമുക്ക് തരുന്നൊരു വചനം യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 44-ാം തിരുവചനമാണ്. എൻ്റെ പിതാവ് ആകർഷിക്കാതെ ആർക്കും എൻ്റെ അടുത്ത് വരാൻ സാധിക്കില്ല എന്ന് ഈശോ പഠിപ്പിച്ചു. നമ്മളിപ്പോൾ ഈ വചനം കേൾക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരിനും നിങ്ങളിപ്പോൾ ഗുഡ്നസ് ടി-വിയുടെ മുമ്പിലായിരിക്കുന്നത് ദൈവം പ്രത്യേകം ഒരു ആകർഷണം നൽകിയതും കൊണ്ടാണ്. എന്തിനാണ് ദൈവം വചനം കേൾക്കാനായി ദൈവം നമ്മളെ ഇന്ന് ഈ സമയം ഒരുക്കിയിരിക്കുന്നത്? യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്: എൻ്റെ അടുത്ത് വരുന്നവരെ ഞാൻ ഒരിക്കലും തള്ളിക്കളയില്ല എന്ന്. പ്രിയമുള്ളവരെ, ദൈവവചനം വായിക്കുന്ന, കേൾക്കുന്ന ഇങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിലും ദൈവം ഒരിക്കലും ആ വ്യക്തിനെ തള്ളിക്കളയില്ല. അത് വളരെ കൃത്യമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് എഴുതി വച്ചിട്ടുണ്ട്. ഹെബ്രായർ 13-ാം അധ്യായം 5-ാമത്തെ തിരുവചനത്തിൽ, ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന്. ആരൊക്കെ എന്നെ ഉപേക്ഷിച്ചാലും, ആരൊക്കെ എന്നെ മാറ്റി നിർത്തിയാലും, ആരൊക്കെ എന്നെ കണ്ടില്ല എന്ന് നടിച്ചാലും, എന്നെ വിലമതിക്കുന്ന, എന്നെ കണ്ണിലെ കൃഷ്ണമണി പോലെ പരിപാലിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തിൻ്റെ പേരാണ് യേശു ക്രിസ്തു എന്ന്. പ്രിയമുള്ളവരെ, ഇന്ന് അനേകരുടെ ജീവിതത്തിൽ അവരൊത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി ജപമാല ചൊല്ലുന്നു, നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നു, ഇങ്ങനെ ഒത്തിരി പുണ്യപ്രവൃത്തികളും പുണ്യകാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പലരുമായിട്ട് സംസാരിക്കുമ്പോൾ, ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുക. അവർക്ക് ഒത്തിരിക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടും പ്രവർത്തിച്ചിട്ടും അവരുടെ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവുന്നില്ല. വിചാരിച്ചതുപോലെ കാര്യങ്ങൾ ഓടുന്നില്ല. അപ്പോൾ അവർ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ബ്രദറെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ? ഞാനിങ്ങനെ ഒരാൾ പറയുമ്പോൾ ഞാൻ അത്ര ശ്രദ്ധിക്കാറില്ല. പലരും ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതൊന്ന് പ്രാർത്ഥിക്കേണ്ട വിഷയമാണ്. ഞാൻ അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു ഉൾക്കാഴ്ചയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക. ഇന്ന് അനേകരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് അനേകർക്ക് ഹൃദയത്തിൽ ക്ഷമിക്കാൻ പറ്റുന്നില്ല. പുറമെ കുഴപ്പമില്ല, ഹൃദയത്തിൽ ക്ഷമിക്കാൻ പറ്റുന്നില്ല. എന്ന് പറഞ്ഞാൽ, എനിക്കൊരു വ്യക്തിയോട് എന്തെങ്കിലും വിരോധം, വൈരാഗ്യം ഉണ്ട് എങ്കിൽ ആ വ്യക്തിയെ ഞാൻ കാണുമ്പോൾ ചിരിക്കുന്നു, എല്ലാം ചെയ്യുന്നു, എന്നാൽ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം നമ്മുടെ മുഖത്തേക്ക് നോക്കുന്നില്ല. ദൈവം നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ നിനക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വൈരാഗ്യമോ വെറുപ്പോ വിദ്വേഷമോ ഉണ്ട് എങ്കിൽ എങ്ങനെ നിന്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കും? കാരണം ഹൃദയത്തിൽ ക്ഷമിക്കുന്നില്ല എങ്കിൽ ദൈവത്തിൻ്റെ കൃപ, ദൈവാനുഗ്രഹം കിട്ടാൻ ഭയങ്കര തടസ്സമാണ്. നമ്മൾ ഹെബ്രായർ 12-ാം അധ്യായത്തിൽ 15-ഉം 16-ഉം വചനം വായിക്കുമ്പോൾ കാണാൻ പറ്റും, വിദ്വേഷം മൂലം പലരും ഇന്ന് അശുദ്ധരായിത്തീരുന്നു. ഞാൻ ഒന്നുകൂടി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, വിദ്വേഷം മൂലം നിങ്ങളിൽ പലരും ഇന്ന് അശുദ്ധരായിത്തീരുന്നു. ഒരു വ്യക്തി അശുദ്ധമായി തീരാൻ ആ വ്യക്തി മോശമായ പ്രവൃത്തിയിൽ ഏർപ്പെടണമെന്ന് നിർബന്ധമില്ല.
മദ്യപാനോ ലൈംഗിക ഭാവത്തിലോ ഏതെങ്കിലും കള്ളത്തരത്തിലോ ആവണം നിർബന്ധമില്ല. നമ്മുടെ ഉള്ളിൽ വെറുപ്പുണ്ടായാൽ മതി നമ്മൾ അശുദ്ധരായി തീരുമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ആ വചനത്തിൻ്റെ അടിയിലേക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, വിദ്വേഷം മൂലം നിങ്ങൾ പലരും അശുദ്ധരായി തീരുന്നു, വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് നിങ്ങൾക്ക് തന്നെ ഉപദ്രവം ചെയ്യും. അത് ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് നിങ്ങൾക്ക് തന്നെ ഉപദ്രവം ചെയ്യും എന്ന് പറഞ്ഞാൽ എന്നെ തന്നെ അത് ബാധിക്കും എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ഞാൻ വെറുക്കുന്ന വ്യക്തിക്കല്ല പ്രശ്നം ഉണ്ടാകുന്നത്, എനിക്ക് തന്നെ എന്ന് പറഞ്ഞാൽ, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ എൻ്റെ സ്വഭാവം എനിക്ക് തന്നെ പിടിക്കാത്ത ഒരവസ്ഥ, ഞാൻ എപ്പോഴും ഒരു ഒറ്റപ്പെട്ട ഒരവസ്ഥ. പ്രിയമുള്ളവരെ, ഇങ്ങനെ വെറുപ്പിൽ കഴിയുന്ന ഒരു വ്യക്തി ഉള്ളിൽ പുറമേ സ്നേഹത്തോടെ പെരുമാറുന്നു, പക്ഷെ ഉള്ളുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല. അങ്ങനെ വരുന്നൊരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം എങ്ങനെയാണ് കിട്ടുക? കാരണം ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുന്നവനാണ്. ഈശോ ഈ ബൈബിളിൽ നിങ്ങൾ ചോദിക്കാനായിട്ട് ആവശ്യപ്പെടുന്ന കാര്യം ദൈവം ഒരിക്കലും നീ വീട് ചോദിക്കാനായിട്ട് പറയുന്നില്ല. നീ ജീവിക്കാൻ വേണ്ടി ഒരു ജോലി ചോദിക്കുക, അങ്ങനെ ബൈബിളിൽ പറയുന്നില്ല. നിന്റെ ഈ ഭൂമിയിൽ പല ആവശ്യങ്ങളും നിനക്കുണ്ടാവും. അതൊന്നും ചോദിക്കാൻ ദൈവം ബൈബിളിൽ പറയുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. ദൈവം ബൈബിളിൽ പറയുന്നത് നിങ്ങൾ ചോദിക്കണം, വളരെ തീക്ഷ്ണമായിട്ട് ചോദിക്കണം. ചോദിച്ചാൽ കിട്ടുമെന്ന് ഉറപ്പ് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, അത് പരിശുദ്ധാത്മാവാണ്. അതാണ് ലൂക്കയുടെ സുവിശേഷം 11-ാം അധ്യായം 9-ാമത്തെ തിരുവചനത്തിൽ അവിടെ നിന്ന് പറയുന്നത്. ആ വചനം ഒത്തിരി ഉണ്ട്. ലാസ്റ്റ് ഭാഗം നിങ്ങൾ അതിൻ്റെ കൊട്ടേഷൻ എടുത്തു കഴിഞ്ഞാൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകില്ലേ എന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു സഹായകനെ ദൈവം തന്നിട്ടുണ്ട്. ഈ ഭൂമിയിൽ നമ്മളെ സഹായിക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആരുമല്ല. നമ്മൾ പലരെയും സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നു, പലപ്പോഴും അവർ സഹായിക്കാറില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്തവരാണ് നമ്മളെ സഹായിക്കുന്നത്. കാരണം പരിശുദ്ധാത്മാവ് അങ്ങനെ പ്രവർത്തിക്കുന്നത്. നമ്മളെ യഥാർത്ഥമായി സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് ബൈബിളിൽ വളരെ കൃത്യമായിട്ട് പറയുന്നത്, നിങ്ങൾ ചോദിക്കുക, നിങ്ങൾക്ക് കിട്ടും പരിശുദ്ധാത്മാവിനെ. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നുണ്ട്. നമ്മൾ മാമോദിസ വഴി നമ്മൾ പരിശുദ്ധാത്മാവിനെ കിട്ടിയവരാണ് നമ്മളെല്ലാവരും. എന്നാൽ ഈ ആത്മാവ് കുദാശ വഴിയും പ്രാർത്ഥന വഴിയും നമ്മളിൽ ജ്വലിച്ചുകൊണ്ടിരിക്കും. ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. നമുക്കറിയാത്ത കാര്യങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കും. നമ്മളെ ശക്തനും ധീരനുമാക്കി മാറ്റും. നല്ല അറിവും പക്വതയും പ്രാപ്തിയുമുള്ളവനാക്കി മാറ്റും. നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു വ്യക്തിയായിട്ട് നമ്മളെ മാറ്റും പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നവനാണ്. അതുകൊണ്ട് വിശുദ്ധ പൗലോസ് നമ്മുടെ ശരീരത്തിനൊരു പേരിട്ടിട്ടുണ്ട്. 1 കൊരിന്ത്യർ 3:16 നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് എന്ന്. എന്താണ് ഈ ആലയം എന്ന് പറഞ്ഞാൽ? ദൈവം വസിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ആലയം. അപ്പം നമ്മൾ ആരാണ്? നമ്മൾ ദേവാലയങ്ങളാണ്. നമ്മളിൽ ദൈവാത്മാവ് വസിക്കുന്നുണ്ട്. ഈ ആത്മാവിനെ പിന്നെ നമ്മൾ ഒരിക്കലും വേദനിപ്പിക്കുന്ന ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യില്ല. നമുക്ക് എപ്പോഴും ആത്മാവിലായി ബന്ധപ്പെട്ടവരായിട്ടായിരിക്കും എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കണക്ഷൻ ഉണ്ടാകുന്നത്. നല്ല ആത്മീയ സുഹൃത്തുക്കൾ നമുക്കുണ്ടാകും, നല്ല ആത്മീയ ബന്ധം നമുക്കുണ്ടാകും. പ്രിയമുള്ളവരെ, നിങ്ങൾ പലപ്പോഴും കണ്ടുണ്ടോ, കള്ളന്മാർക്ക് കള്ളന്മാരാണ് കൂട്ട്, കൊള്ളക്കാർക്ക് കൊള്ളക്കാരാണ് കൂട്ട്, മോശമായി ജീവിക്കുന്നവർക്ക് മോശമായവരായിരിക്കും കൂട്ട്. എന്നാൽ ആത്മാവിൽ ജീവിക്കുന്നവർക്ക് ആത്മാവുമായി ബന്ധപ്പെട്ടവരായിരിക്കും കണക്ട് ചെയ്യുക. ഇപ്പം നമ്മൾ ഈ ഭൂമിയിൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സഹായന നമുക്ക് ആവശ്യമാണ്. ഈ സഹായന ദൈവം നമുക്ക് തന്നിട്ടുണ്ട്, നമ്മൾ ചോദിക്കാത്തതാണ്.
നമ്മളെപ്പോഴും തീക്ഷ്ണമായിട്ട് ചോദിക്കുന്നത് എന്താണ്? നമ്മുടെ ഭൗതികമായിട്ടുള്ള ഈ ലോകത്തിൻ്റെ നശ്വരമായിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പലപ്പോഴും ധ്യാനങ്ങൾക്കൊക്കെ സഹായിക്കാൻ ചെല്ലുമ്പോൾ, കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോൾ, പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ആരും എന്നോട് ബ്രദറെ എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പറയാറില്ല. എല്ലാവരും വീട് പണി നടക്കണം, മകളെ പഠിപ്പിക്കണം, മകളെ കെട്ടിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ ആവശ്യപ്പെടുന്നത്. ഇതെല്ലാം ആവശ്യമാണ് നമുക്ക്. ഇതെല്ലാം ദൈവം നമുക്ക് തന്നിട്ടിട്ടുള്ള കാര്യമാണ്. പ്രിയമുള്ളവരെ, ഈ ആത്മാവ് നമ്മളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അസാധ്യമായ കാര്യങ്ങളെല്ലാം ചെയ്യുന്നവനായിട്ട് മാറും. ഞാൻ അപ്പോസ്തലപ്രവർത്തനങ്ങൾ 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ തിരുവചനം വായിക്കുമ്പോൾ കാണാൻ പറ്റും, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലിൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും എന്ന്. എല്ലാവരും കരുതിയിരിക്കണം ഈ വചനത്തിൽ പന്തക്കസ്ത ദിനത്തിൽ പരിശുദ്ധാത്മാവ് വരും, നമ്മൾ ശക്തിപ്പെടും എന്നാണ്. അല്ല, പരിശുദ്ധാത്മാവ് നിന്റെ മേലിൽ വരുമ്പോൾ നീ ശക്തി പ്രാപിക്കും എന്ന് പറഞ്ഞാൽ അതെൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. ആത്മാവ് എന്നിൽ വരുമ്പോൾ ഞാൻ ശക്തി പ്രാപിക്കുന്നത് എവിടെയാണെന്നറിയോ? പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ട ഒരു ശക്തിയാണ് ദൈവം എനിക്ക് തരുന്നത്. മറ്റുള്ളവരുടെ ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ വേണ്ട ശക്തി പരിശുദ്ധാത്മാവ് നമുക്ക് തരും. അതുപോലെ മറ്റുള്ളവർക്ക് സഹായിക്കണം എന്നുള്ള ആ ഒരു അഭിഷേകം, ശക്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. ഇങ്ങനെ ഈ ലോകത്ത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത എല്ലാ മേഖലയിലും നല്ല കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ നമ്മളെ ശക്തരാക്കി മാറ്റുന്ന പരിശുദ്ധാത്മാവാണ്. അങ്ങനെ നമ്മൾ പരിശുദ്ധാത്മാവിലുള്ള ഒരു ജീവിതമാണ് ഈ ഭൂമിയിൽ നമ്മൾ കാഴ്ചവെക്കേണ്ടത്. അപ്പം ഈ ലോകത്തിൻ്റെതായ സുഖത്തിനോ മോഹത്തിനോ ഈ ആത്മാവ് പോകാൻ ഒരിക്കലും സാധിക്കില്ല. ദൈവം തരുന്ന സന്തോഷം, അതല്ലേ റോമ 14:17 നമ്മൾ വായിക്കുന്നത്. ദൈവരാജ്യം എന്ന് പറയുന്നത് ഭക്ഷണമോ പാനീയമോ ഒന്നുമല്ല, അത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ആനന്ദവും സന്തോഷവുമാണ് എന്നാണ് പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം, ഈ സന്തോഷമാണ് എനിക്ക് നിങ്ങൾക്കും വേണ്ടത്. മറ്റുള്ള എല്ലാ സന്തോഷങ്ങളും മാറിപ്പോകും, അത് നിലനിൽക്കുന്നതല്ല. ദൈവം തരുന്നത് മാത്രമേ നിലനിൽക്കത്തുള്ളൂ. ഇന്ന് അനേകരുടെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, അനേകരെ ദുഃഖത്തിൻ്റെ ഒരു പീഡ അലട്ടുന്നുണ്ട്. ഒറ്റപ്പെട്ട ഒരവസ്ഥയിൽ, മൂടപ്പെട്ട ഒരവസ്ഥ എന്ന് പറയും. കാരണം ആരോടും സംസാരിക്കാൻ തയ്യാറാവുന്നില്ല, ആരോടും മുമ്പിൽ വരാൻ തയ്യാറാവുന്നില്ല, ആരും എനിക്ക് കാണണ്ട, അങ്ങനെ സ്വയം ഇരുന്ന് ചിന്തിച്ച് ദുഃഖിക്കുന്ന ഒരവസ്ഥ. ഇന്ന് അനേകരെ ദുഃഖം നശിപ്പിക്കുന്നുണ്ടെന്ന് ഓർക്കണേ. പ്രഭാഷകന്റെ പുസ്തകം 30-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദുഃഖം അനേകരെ നശിപ്പിക്കുമെന്ന്. കാരണം ദുഃഖം ദൈവത്തിൽ നിന്ന് വരുന്നതല്ല, സന്തോഷം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് അനേകരുടെ ദുഃഖത്തിൻ്റെ കാരണം എന്താണെന്നറിയോ? തിന്നാനും കുടിക്കാനും ഇല്ലാഞ്ഞിട്ടല്ല. അനേകരുടെ ദുഃഖത്തിൻ്റെ കാരണം ദൈവത്തിൻ്റെ ആത്മാവ് വേണ്ടതോളം നമ്മളിൽ നിറയുന്നില്ല എന്നുള്ളതാണ്. അതാണ് സങ്കീർത്തനം 77:10 നമ്മൾ വായിക്കുന്നത്. അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേലിൽ പ്രകടമാകാത്തതാണ് നിന്റെ ദുഃഖത്തിൻ്റെ കാരണം. പ്രകടമാകുന്നില്ല, മറ്റെല്ലാം പ്രകടമാണ്, എന്നാൽ പരിശുദ്ധാത്മാവ് പ്രകടമല്ല. പരിശുദ്ധാത്മാവുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ ആത്മാവ് നമ്മളിൽ കത്തിപ്പടരണം. നമ്മളെല്ലാവരും മടിപ്പില്ലാത്തവരും വിശുദ്ധിയുള്ളവരും തീഷ്ണതയുള്ളവരും ആവുന്നെങ്കിൽ മറ്റുള്ളവർ നമ്മളെ ശക്തിപ്പെടുത്തിയിട്ടല്ല, അത് പരിശുദ്ധാത്മാവിൻ്റെ പണിയാണ്. പരിശുദ്ധാത്മാവാണ് നമ്മളെ ശക്തമായ രീതിയിൽ നയിക്കുന്നത്. എത്ര വലിയ പ്രശ്നം വന്നാലും അതിനെല്ലാം അതിജീവിക്കാൻ വേണ്ട കൃപ പരിശുദ്ധാത്മാവ് നമുക്ക് തരും. നമ്മൾ ഒരിക്കലും ഒരു വഴിയിൽ വെച്ച് ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുന്ന ഒരാളല്ല പരിശുദ്ധാത്മാവ്. ഞാൻ ഒരിക്കൽ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു വലിയൊരു അനുഭവം ഉണ്ടായി, ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല അത്. ഞാൻ ഒരിക്കൽ കാനഡയിൽ പോയി, കാനഡയിൽ നിന്ന് ടൊറോണ്ടോ എയർപോർട്ടിൽ നിന്ന് ഞാൻ ഗാൽഗിരി എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക്
യാത്ര ചെയ്യുകയാണ്. അപ്പോൾ എയർപോർട്ടിൽ, ടൊറൻറ്റോ എയർപോർട്ടിൽ നിന്ന് ഞാൻ ഗാൽഗരിയിലേക്ക് പോകാനായിട്ട് പെട്ടിയായിട്ട് ഇങ്ങനെ ക്യൂവിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ എയർപോർട്ടിൽ ഒരു സ്പെഷ്യൽ ചെക്കിങ് വരും. അവർക്ക് ഇഷ്ടമുള്ളവരെ അവർ വിളിക്കും, അവർ ആ വ്യക്തിയെ പരിശോധിക്കും. അതൊരു പ്രത്യേക സമയത്ത് പ്രത്യേക രീതിയിലുള്ള ഒരു വ്യക്തിയാണ് അത് പരിശോധിക്കുന്നത്. അന്ന് എന്നെയാണ് അവർക്ക് കിട്ടിയത് പരിശോധിക്കാൻ. അവരെന്നെ വിളിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു 2 കൈ ഇങ്ങനെ നീട്ടിപ്പിടിക്കാൻ പറഞ്ഞു. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും തരാനായിരിക്കും. കൈ ഇങ്ങനെ ഞാൻ നീട്ടിപ്പിടിച്ചു. അപ്പോൾ അവരൊരു ബ്രഷ് കൊണ്ടുവന്നു. ആ ബ്രഷ് എൻ്റെ 2 കൈയിലും തൂത്തു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആ ബ്രഷിൽ ഒരു സിഗ്നല്, നമ്മുടെ ഇവിടെ നാട്ടിലൊക്കെ വെള്ളം കുടിച്ചുകൊണ്ട് പോയ പോലീസ് ഇങ്ങനെ ഒരു സാധനം ഊതാൻ പറയുന്നത് പോലെ, അത് ഊതിക്കഴിഞ്ഞാൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സിഗ്നൽ വരും എന്നതുപോലെ ഈ ബ്രഷ് സിഗ്നലടിക്കാൻ തുടങ്ങി. ഇവരെന്നെ മാറ്റി നിർത്തി. എനിക്കാണെങ്കിൽ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ഒരാളാണ്. അവരുടെ ഭാഷ, പ്രത്യേകിച്ച് ഒരു കൊറിയൻ പോലീസുകാരനാണ് എന്നെ പരിശോധിക്കുന്നത്. ഇയാളുടെ ഭാഷയിൽ എന്നോട് ഒത്തിരി ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എവിടേക്കാണ് പോണേ, എന്താണ്, നിങ്ങൾ എവിടെ നിന്നാണ് വന്നത്? അപ്പോൾ എനിക്ക് ഞാൻ തട്ടിമുട്ടിയൊക്കെയാണ് സംസാരിക്കുന്നത്. ഇയാൾ എന്നെ മാറ്റി നിർത്തി. അപ്പോഴേക്ക് അടുത്ത പോലീസ് വന്നു. അയാൾ പാസ്പോർട്ട് മേടിച്ചു, ഒരാൾ പെട്ടി മേടിച്ചു. അപ്പോഴേക്ക് അടുത്ത പോലീസ് വന്നു. ഞാൻ നോക്കുമ്പോൾ ചുറ്റും 6 പോലീസുകാർ. ഇവർ മൊത്തം എന്നെ പരിശോധിക്കുക. കാരണം അവർ പറയുന്നത് എൻ്റെ കയ്യിൽ കെമിക്കൽ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. എന്തോ കെമിക്കലായി ബന്ധപ്പെട്ട സാധനം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്കെനിക്ക് ഒരു പിടുത്തവുമില്ല. എനിക്ക് ആകെ അറിയാവുന്നൊരു ഭാഷ നോ കെമിക്കൽ എന്നാണ് ഞാൻ പറയുന്നത്. ഇവർ പറയും കെമിക്കൽ ഉണ്ട്. അവിടെ പറഞ്ഞു ജയിക്കാൻ എൻ്റെ വിദ്യാഭ്യാസം എനിക്ക് പോരാ. അവസാനം എനിക്ക് തോന്നി ആകെ പ്രശ്നമായി മാറും. പെട്ടെന്ന് അതിലൊരാൾ എന്തൊരു പേപ്പർ കൊണ്ടുവന്ന് എന്നെക്കുറിച്ച് എഴുതാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നി എന്നെ ഇവിടുന്ന് ഇവർ സെല്ലിലേക്ക് മാറ്റാനുള്ള പരിപാടിയാണ്. എന്നെ രക്ഷപ്പെടുത്താൻ അവിടെ ആരുമില്ല. ഞാൻ എന്ത് ചെയ്യും ഈ അവസ്ഥയിൽ? എന്നിൽ പരിശുദ്ധാത്മാവുണ്ട് എങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഇപ്പം നീ ഇവിടെ ഇടപെടണം. എന്നെ അറിയാത്ത രാജ്യം, എന്നെ അറിയാത്ത ഒരു ജനതയത്. എന്നെ അറിയുന്നത് നീ മാത്രമാണ്. ഇവിടെ ഇടപെടണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഉള്ളിൽ പെട്ടെന്ന് ഇടിമുഴക്കം പോലെ എൻ്റെ ചെവിട്ടിൽ വന്ന് ആരോ എന്നോട് പറയുകയാണ്, നമ്മുടെ തലവേദനയ്ക്കൊക്കെ പറ്റണ മരുന്നുണ്ടല്ലോ, ഈ എന്താ പറയണേ, ഒരു നമുക്കറിയാം, ഈ വിക്സ് പോലത്തെ ഒരു മരുന്ന്, അത് പെരട്ടിയതാണെന്ന് അവരോട് പറയാണ്. പെട്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞു, സാറേ ഇങ്ങനെ ഹെഡ് പെയിൻ, തലവേദന എടുക്കുമ്പോൾ പറ്റണ കൈ കൊണ്ട് പറ്റിയതാണ് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഈ കൊറിയൻ പോലീസുകാരൻ പറഞ്ഞു, ഓ അത് മുമ്പ് പറയാൻ വേണ്ടായിരുന്നില്ലേ? എന്നെ മൊത്തം അവർ അരിച്ച് പറക്കിയിരിക്കുന്ന സമയമാണ്. അപ്പോഴേക്കും പെട്ടെന്ന് ആ പോലീസുകാരൻ പറഞ്ഞു, ഇത് ഇങ്ങനെ മാതിരി തലവേദന ഉള്ളതുകൊണ്ട് കൈ കൊണ്ട് വിക്സ് എടുത്തതിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഈ കെമിക്കൽ വന്നേ എന്ന് പറഞ്ഞു. പെട്ടെന്ന് അവർ സോറിയൊക്കെ പറഞ്ഞു. അവരതൊക്കെ മടക്കി, അതിൻ്റെ പെട്ടിയൊക്കെ അവർ വിതറിയിട്ടിരിക്കുന്ന പെട്ടിയൊക്കെ മടക്കി തന്നു. എൻ്റെ പാസ്പോർട്ട് അയാൾ എന്നെ എൻ്റെ പോക്കറ്റിലേക്ക് വെച്ച് തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, സോറി സാർ. എന്നെ പിന്നെ വിളിക്കുകയാണ്, സോറി സാർ, ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾ അതുകൊണ്ടാണ് ചെക്ക് ചെയ്തതെന്ന് പറയണം. അപ്പോൾ ഈ കൊറിയൻ പോലീസുകാരൻ അപ്പുറത്തുള്ള പോലീസുകാരനോട് പറയുകയാണ്, നമ്മൾ എന്തൊക്കെ ചോദിച്ചിട്ടും ഈ മനുഷ്യൻ വളരെ സ്നേഹമായിട്ട് ഒരു ഹോളി മനുഷ്യനാണെന്ന് തോന്നുന്നു. എന്ത് പറഞ്ഞിട്ട് ഇയാൾ ചിരിച്ചുകൊണ്ടാണ് വർത്തമാനം പറയണേ എന്ന്. പ്രിയമുള്ളവരെ, അവിടെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായില്ല. കാരണം എന്നിൽ പരിശുദ്ധാത്മാവാണ് പ്രവർത്തിച്ചത്. അവസാനം എനിക്ക് കൈയൊക്കെ തന്നു പോലീസുകാരെന്നെ അങ്ങോട്ട് പൊക്കളം പറഞ്ഞു വിട്ടു. ഞാൻ അവിടെ ഇരുന്ന് ചിന്തിക്കാൻ തുടങ്ങി, ദൈവമേ എനിക്ക് എന്താണ് പറ്റിയത്? എന്നെ പരിശുദ്ധാത്മാവ് ആ അവസ്ഥയിൽ നിന്ന് എന്നെ മോചിപ്പിച്ച് ഞാൻ അവിടെ നിന്ന് മാറിപ്പോയി. ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ചിന്തിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കി തന്നത്, എന്തും പറഞ്ഞു തരും പരിശുദ്ധാത്മാവ്. ഈ കാനഡയിലെ പ്രത്യേകത ഭയങ്കര തണുപ്പാണ്. അപ്പം നമ്മൾ ഈ പെട്ടെന്ന് ഈ ചൂടുള്ള നാട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ ചെവിയെല്ലാം ഡ്രൈ ആയിപ്പോവും. കൈയൊക്കെ ഇങ്ങനെ മുരി പോലെ ഇങ്ങോട്ട് വരും. അപ്പം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുപോയി ഒരു ക്രീം പുരട്ടിയിട്ട് ചെവിമൊക്കെ തൂത്തിരുന്നു. ഈ സാധനമായിരുന്നു എൻ്റെ കയ്യിലുണ്ടായത്. ഈ സാധനം ആണെന്നാണ് പരിശുദ്ധാത്മാവ് എന്നോട് അവരോട് പറയാനായിട്ട് പറഞ്ഞത്. പ്രിയമുള്ളവരെ, എനിക്കത് അങ്ങനെ ഒരിക്കലും എൻ്റെ ഇതാണ് കാരണം എന്ന് എനിക്ക് പറയാൻ അറിയില്ലായിരുന്നു.
എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവെ നീ ഇവിടെ എന്നിൽ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ അതേ നിമിഷം ഈ ആത്മാവ് പ്രിയമുള്ളവരെ എന്നെ ഇതിൻ്റെ കറക്റ്റ് കാര്യത്തിലേക്ക് കൊണ്ടുപോയി. ഇതാണ് നമ്മൾ ഏത് പ്രശ്നമുണ്ടോ ആ പ്രശ്നത്തിൽ നമ്മൾ ഇടപെടാൻ പറയരുത്, മറ്റുള്ളവരല്ല ഇടപെടേണ്ടത്, പരിശുദ്ധാത്മാവ് ഇടപെടാൻ പറയണം. പരിശുദ്ധാത്മാവ് ഒരു ശക്തിയാണ്, അതൊരു വ്യക്തിയാണ്. സ്നേഹമുള്ളവരെ, ഇന്ന് പലരും പല പ്രശ്നങ്ങൾ ഒത്തിരി മണിക്കൂറുകളിൽ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഇപ്പം മക്കളുടെ പ്രശ്നത്തിൽ ഒരു പ്രശ്നമാണോ, ആ പ്രശ്നത്തിൽ പരിശുദ്ധാത്മാവെ മക്കളുടെ കാര്യത്തിൽ നീ ഇടപെടാൻ പറയണം. നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് ദൂരെയുള്ള മകൻ്റെ കാര്യത്തിൽ ഇടപെടാൻ പറഞ്ഞാൽ അവിടെ ഇടപെടും പരിശുദ്ധാത്മാവ്. മകളുടെ കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ മകൻ്റെ കുടുംബത്തിൽ പ്രശ്നമുണ്ടോ, ഞാൻ വലിയൊരു പ്രശ്നത്തിൽ പെട്ടുകിടക്കാണോ, ഇവിടെ മനുഷ്യബുദ്ധിയിലല്ല ചെയ്യേണ്ടത്. പരിശുദ്ധാത്മാവ് ഇടപെടാൻ വേണ്ടി അവിടെ പറയണം. പരിശുദ്ധാത്മാവ് ഇടപെടുകയും ചെയ്യും. അതിൽ നിന്നെല്ലാം നമ്മളെ മോചിപ്പിച്ചുകൊണ്ടിരിക്കും. നമുക്കെല്ലാം ചെയ്യാൻ വേണ്ട പ്രാപ്തിയും ജ്ഞാനവും വിവേകവും ദൈവം പരിശുദ്ധാത്മാവ് തരും. അങ്ങനെ വെറുപ്പില്ലാത്ത സ്നേഹം നിറഞ്ഞ വിശുദ്ധമായൊരു ജീവിതം നയിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ഇന്ന് ഈ വചനം കേട്ട നിങ്ങൾ ഓരോരുത്തരും, നിങ്ങളിൽ ഈ ആത്മാവ് എന്നും പ്രവർത്തിക്കണം. ഈ ആത്മാവ് പ്രവർത്തിക്കുന്നതിന് ഏറ്റവും വലിയ പ്രത്യേകത വെറുപ്പും വിദ്വേഷവും ഉള്ളിൽ ഉണ്ടാകരുത്. ഇത് രണ്ടും അപകടകാരികളാണ്. നമ്മൾ രോഗികളാവും, നമ്മൾ ബന്ധനത്തിലാവും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം. ഇന്ന് ഞാൻ ഏതെങ്കിലും വെറുപ്പിൻ്റെയും ബന്ധനത്തിലുമാണോ എങ്കിൽ ഒരു നിമിഷം നമ്മൾ ആ മേഖലയോടെല്ലാം വിട പറയുക, ക്ഷമ ചോദിക്കുക, ക്ഷമിച്ച് പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെ, അങ്ങനെ ഹൃദയത്തിൽ ക്ഷമിച്ച് ദൈവത്തിൻ്റെ ആത്മാവിന് വേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ സഹായിക്കും, നിന്നെ വഴി നടത്തും, നിന്നെ പ്രാപ്തരാക്കും. ഈ ലോകത്ത് നിനക്കൊരു വിജയമുണ്ടാകും. ദൈവം അതിനാണ് ഒരു സഹായനെ നമുക്ക് തന്നിരിക്കുന്നത്, ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ. എന്നെ കേട്ട എല്ലാവരെയും ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. പ്രൈസ് ദി ലോർഡ്.